ഹലോ സ്റ്റുഡൻസ്, സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഇതിൽ ഒരു 2-3 സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട്. ഈ strcat എന്ന് പറയുന്ന ഫംഗ്ഷനും strcpyയും strlen ഈ 3 ഫങ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ ബാക്കിയുള്ള 3 ഫങ്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം strcmp എന്ന് പറയുന്ന 2 സ്ട്രിങ്സ് തമ്മിൽ കമ്പയർ ചെയ്യാനുള്ള ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്യാം. ഇത് കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 ക്യാരക്ടർ അറേ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ട്രിങ് അത് രണ്ടും സെയിം ആണോ അല്ലയോ എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇതിൻ്റെ ഔട്ട്പുട്ട് ഈ strcmp എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് ഉപയോഗിച്ച് നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യുന്ന 2 ക്യാരക്ടർ അറേ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ് സെയിം ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, എന്തൊക്കെ മാറ്റങ്ങളുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കത്തില്ല, പക്ഷേ രണ്ടും സെയിം ആണോ അല്ലയോ എന്ന് മാത്രമേ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ അതിൻ്റെ സിൻറ്റാക്സ് നമുക്ക് ഇങ്ങനെ പറയാം. strcmp എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് 2 അറേയുടെ പേര് നമുക്ക് മെൻഷൻ ചെയ്യാം. അപ്പോൾ ഈ 2 അറേയിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ് തമ്മിലായിരിക്കും അത് കമ്പയർ ചെയ്യുന്നത്. സപ്പോസ് ഒരു അറേയിൽ ഈ സ്ട്രിങ്ങും എലിഫൻറ്റ് എന്ന് പറയുന്ന സ്ട്രിങ്ങും രണ്ടാമത്തെ അറേയിൽ ഈ സ്ട്രിങ്ങുമാണ് സ്റ്റോർ ചെയ്യുന്നത്. രണ്ടും ബേസിക്കലി സെയിം സ്ട്രിങ് തന്നെയാണ്, രണ്ടും ഒരേ വാക്ക് തന്നെയാണ് ഈ സ്റ്റോർ ചെയ്യുന്നത്. സ്പെല്ലിങ്ങിന് ഡിഫറൻസ് ഒന്നുമില്ല, സെയിം വേർഡ് തന്നെയാണ് രണ്ടും. അപ്പോൾ ഈ 2 അറേയിലും ഇത് തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ 2 സ്ട്രിങ്ങും തമ്മിലായിരിക്കും അത് കമ്പയർ ചെയ്യുന്നത്. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്ട്രിങ്ങിലെ ആദ്യത്തെ ക്യാരക്ടറും രണ്ടാമത്തെ സ്ട്രിങ്ങിലെ ആദ്യത്തെ ക്യാരക്ടറും തമ്മിൽ കമ്പയർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ സ്ട്രിങ്ങിലെ രണ്ടാമത്തെ ക്യാരക്ടറും രണ്ടാമത്തെ സ്ട്രിങ്ങിലെ രണ്ടാമത്തെ ക്യാരക്ടറും തമ്മിൽ കമ്പയർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ സ്ട്രിങ്ങിലെ മൂന്നാമത്തെ ക്യാരക്ടറും രണ്ടാമത്തെ സ്ട്രിങ്ങിലെ മൂന്നാമത്തെ ക്യാരക്ടറും തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പോൾ ഈ തമ്മിൽ കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആസ്കി വാല്യൂസ് ഉപയോഗിച്ചായിരിക്കും കമ്പയർ ചെയ്യുന്നത്. ആദ്യത്തെ ക്യാരക്ടറിൻ്റെ ആസ്കി വാല്യൂ എത്രയാണ്, അത് രണ്ടും തമ്മിലായിരിക്കും കമ്പയർ ചെയ്യുന്നത്. എന്നിട്ട് രണ്ടാമത്തെ ക്യാരക്ടറിൻ്റെ ആസ്കി വാല്യൂസ് എന്തൊക്കെയാണ്, എന്നിട്ട് അത് തമ്മിലായിരിക്കും കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഡിഫറൻസ് വരികയാണെങ്കിൽ അവിടെ വെച്ച് ആ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തിട്ട് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ എഴുതി കാണിക്കും. അതേസമയം ഈ ആസ്കി വാല്യൂസ് എല്ലാം സെയിം ആണ്, തമ്മിൽ കമ്പയർ ചെയ്യുമ്പം 2 സെറ്റിൻ്റെ ആസ്കി വാല്യൂസ് സെയിം തന്നെയാണ് എങ്കിൽ മുഴുവനും ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ അതിൻ്റെ ആസ്കി വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് രണ്ടും ഒരുപോലെയാണ് വരുന്നത് എങ്കിൽ രണ്ടിൻ്റെ ആസ്കി വാല്യൂസ് എല്ലാ ക്യാരക്ടറിൻ്റെ ആസ്കി വാല്യൂസ് കറസ്പോണ്ടിങ് ആയിട്ട് സെയിം തന്നെയാണ് വരുന്നത് എങ്കിൽ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടായിട്ട് 0 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. 0 എന്ന് വരാൻ കാര്യം ഈ ആസ്കി വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എടുക്കുന്നത്. അങ്ങനെ ഡിഫറൻസ് എടുക്കുമ്പം 0 ആയിട്ട് വന്നു. അങ്ങനെ ഓരോ ക്യാരക്ടറിൻ്റെയും ആസ്കി വാല്യൂ തമ്മിൽ ഡിഫറൻസ് എടുത്തിട്ട് അത് 0 ആണെങ്കിൽ മാത്രമേ അടുത്ത ക്യാരക്ടറിലോട്ട് പോകത്തുള്ളൂ. ഇപ്പം ഈ എന്ന് പറയുന്ന ആദ്യത്തെ ക്യാരക്ടറിൻ്റെ ഇതിപ്പോൾ ആണ്. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ആസ്കി വാല്യൂം ഈ ക്യാരക്ടറിൻ്റെ ആസ്കി വാല്യൂം തമ്മിലുള്ള ഡിഫറൻസ് എടുക്കും. അപ്പോൾ ഇത് രണ്ടിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ 0 വരുന്നുള്ളൂ, കാരണം ഇത് രണ്ടും ഒരേ ക്യാരക്ടർ തന്നെയാണ്. അങ്ങനെ 0 വരികയാണെങ്കിൽ അടുത്ത ക്യാരക്ടറിലോട്ട് പോകും. അടുത്ത ക്യാരക്ടർ രണ്ടിൻ്റെയും ആസ്കി വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യും. ഇവിടെ L എന്ന് പറയുന്ന അതിൻ്റെ ആസ്കി വാല്യൂം ഇവിടെ L എന്ന് പറയുന്നതിൻ്റെ ആസ്കി വാല്യൂം തമ്മിൽ കമ്പയർ ചെയ്യും. അത് രണ്ടും സെയിം നമ്പർ തന്നെയായിരിക്കും ആസ്കി വാല്യൂ വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ 0 ആയിരിക്കും വരുന്നത്. അങ്ങനെ 0 വരികയാണെങ്കിൽ അടുത്ത ക്യാരക്ടറിലോട്ട് പോകും. അങ്ങനെയായിരിക്കും അത് കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ മുഴുവൻ സ്ട്രിങ്ങിൻ്റെയും മുഴുവൻ ക്യാരക്ടേഴ്സിൻ്റെയും ആ ഡിഫറൻസ് ആസ്കി വാല്യൂസിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ 0 തന്നെയാണ് വരുന്നത് എങ്കിൽ അവസാനത്തെ റിസൾട്ടായിട്ട് 0 ആയിട്ട് വരും. അപ്പോൾ ഈ 0 ആണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അങ്ങനെ 0 എന്ന ഔട്ട്പുട്ട് കിട്ടിയാൽ നമുക്ക് മനസ്സിലാക്കാം 2 സ്ട്രിങ്ങും സെയിം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേസമയം എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ട് എങ്കിൽ ഒരു നോൺ സീറോ വാല്യൂ എന്തോ ആയിക്കോട്ടെ, ഒരു നോൺ സീറോ വാല്യൂ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അങ്ങനെ നോൺ സീറോ വാല്യൂ ഔട്ട്പുട്ടായിട്ട് കിട്ടിയാൽ നമുക്ക് മനസ്സിലാക്കാം അത് തമ്മിൽ എന്തോ വ്യത്യാസമുണ്ട്, 2 സ്ട്രിങ്ങും തമ്മിൽ എന്തോ ഡിഫറൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഇപ്പോൾ നോക്കാം, ഒരു അറേയിൽ ഞാൻ എലിഫൻറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. രണ്ടാമത്തെ അറേയിൽ ഈ ഒരു സ്ട്രിങ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഈ PHE ആണ് കൊടുത്തിരുന്നത്, A അല്ല. അപ്പോൾ ഇവിടെയാണ് സത്യം പറഞ്ഞാൽ ഡിഫറൻസ് വരുന്നത്. ഇവിടെ A ആണ്, പക്ഷേ ഇവിടെ E ആണ് വന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആദ്യത്തെ ക്യാരക്ടറിൻ്റെ ആസ്കി വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യാം. അവിടെ 0 ഡിഫറൻസ് എടുക്കുമ്പോൾ 0 വരും. 0 വരികയാണെങ്കിൽ അടുത്ത ക്യാരക്ടറിലോട്ട് പോകും. അടുത്ത രണ്ടാമത്തെ ക്യാരക്ടറിൻ്റെ 2 അറേയിലുള്ള രണ്ടാമത്തെ ക്യാരക്ടറിൻ്റെ ആസ്കി വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യും. അതിൻ്റെ ഡിഫറൻസ് എടുക്കും. അങ്ങനെ ഡിഫറൻസ് എടുത്ത് ഇവിടെ വരുമ്പോഴേക്കും ഇവിടെ E എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ആസ്കി വാല്യൂ ആയിരിക്കും എടുക്കുന്നത്. ഇവിടെ A എന്ന് പറയുന്ന അതിൻ്റെ ആസ്കി വാല്യൂ ആയിരിക്കും എടുക്കുന്നത്. അത് രണ്ടിൻ്റെ ആസ്കി വാല്യൂവിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ
രണ്ടും ഡിഫറൻ്റ് ആണല്ലോ. ഈ എ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 97 എന്തോ ആണ്, ഇ എന്ന് പറയുന്നത് 102 എന്തോ ആണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല, ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് എടുക്കപ്പോഴേക്കും ഒരു -4 എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിട്ട് കിട്ടുന്നു. അങ്ങനെ ഒരു നോൺ സീറോ വാല്യൂ കിട്ടിയാൽ അവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്യും, പിന്നെ അടുത്ത ക്യാരക്ടറിലോട്ട് പോകത്തില്ല, അവിടെ വെച്ച് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എത്രയാണെന്ന് നമുക്ക് കിട്ടും. ആ ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ രണ്ട് സ്ട്രിങ്ങും തമ്മിൽ എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കിട്ടുന്ന വാല്യൂവിന് സത്യം പറഞ്ഞാൽ സിഗ്നിഫിക്കൻസ് ഒന്നും ഇല്ല എന്ന് നമുക്ക് പറയാം. ഇവിടെ -4 എന്ന് കിട്ടി, അതിന് സത്യം പറഞ്ഞാൽ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. ഇവിടെ ഒരു നോൺ സീറോ വാല്യൂ ആണ് കിട്ടുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് രണ്ട് സ്ട്രിങ്ങും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സിക്യൂഷൻ നോക്കുക, ഒരു സാമ്പിൾ പ്രോഗ്രാം നോക്കുക. ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ പ്രോഗ്രാം മാത്രമാണ്. ഞാനിവിടെ വേർഡ് 1 എന്നും വേർഡ് 2 എന്നും വേർഡ് 3 എന്ന 3 ക്യാരക്ടർ അറേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മൂന്നിൻ്റെയും വാല്യൂസ് ഞാൻ ഇൻസ്ലൈസ് ചെയ്തിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്യുന്നു, അതിൻ്റെ കൂടെ തന്നെ ഇൻസ്ലൈസ് ചെയ്തിട്ടുമുണ്ട്. ഈ വേർഡ് 1ഉം വേർഡ് 2ഉം ആക്ച്വലി സെയിം തന്നെയാണ്. അത് ഞാൻ ഇവിടെ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് രണ്ടും സെയിം സ്ട്രിങ് തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അതേസമയം വേർഡ് 3യിൽ ഒരു ഡിഫറൻസ് ഉണ്ട്, ഇവിടെ 2 ഇ ഇല്ല, ഒരു ഇയേ ഉള്ളൂ. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്താണ് വ്യത്യാസമെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാമെങ്കിലും നമ്മൾ പ്രോഗ്രാം നമ്മൾ കാണുന്നില്ലല്ലോ, എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേ മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഇ എന്ന് പറയുന്ന ഒരു കുറവുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ ഒരു ഡിഫറൻസ് ഉണ്ട് എന്ന് പറയാം, സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ്ങിന് ഒരു ഡിഫറൻസ് ഉണ്ട് എന്ന് പറയാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ആദ്യം കമ്പയർ ചെയ്യുന്നത് വേർഡ് 1ഉം വേർഡ് 2ഉം ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ strcmp എന്ന ഫംഗ്ഷൻ കീവേഡ് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് ഓരോ അറേയുടെ പേര് നമ്മൾ മെൻഷൻ ചെയ്തു, വേർഡ് 1, വേർഡ് 2 എന്ന് മെൻഷൻ ചെയ്തു. അപ്പോൾ വേർഡ് 1ഉം വേർഡ് 2ഉം ഇത് രണ്ടും തമ്മിലായിരിക്കും കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അറിയാം രണ്ടും ഒരേ സ്ട്രിങ് ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നോക്കി. ഇതിപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് എത്രയാണെന്ന് ഡിസ്പ്ലേ ചെയ്യാനാണ് കാണിക്കുന്നത്. ഇവിടെ കമ്പയർ വേർഡ് 1 ആൻഡ് വേർഡ് 2, റിസൾട്ട് ഈസ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണോ അതായിരിക്കും ഇവിടെ ഡിസ്പ്ലേ ആയി വരുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ ഒരു നോൺ സീറോ വാല്യൂ ആയിരിക്കും. ഇവിടെ വേർഡ് 1ഉം വേർഡ് 2ലും സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ് എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 തന്നെയായിരിക്കും. അതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ 0 കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാം വേർഡ് 1ഉം വേർഡ് 2ഉം രണ്ടും സെയിം ആണ്, രണ്ട് സ്ട്രിങ്ങും സെയിം ആണ് എന്ന് ഈ 0യിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തത് വേർഡ് 1ഉം വേർഡ് 3യും കൂടിയാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ നമ്മൾ ഇങ്ങനെ എഴുതുന്നു, strcmp എന്ന് എഴുതി ബ്രാക്കറ്റിനകത്ത് വേർഡ് 1, വേർഡ് 3 എന്ന് എഴുതുന്നു. ഇവിടെ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ -1 എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആസ്കി വാല്യൂസ് ഈ എന്ന് പറയുന്ന ഈ ആർ എന്ന് പറയുന്നതിൻ്റെ ആസ്കി വാല്യൂവും ഈ ഇ എന്ന് പറയുന്നതിൻ്റെ ആസ്കി വാല്യൂയും തമ്മിൽ കമ്പയർ ചെയ്യപ്പോഴാണ് എങ്ങനെയോ ഒരു -1 എന്നൊരു ഔട്ട്പുട്ട് കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഇതിന് സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. -1 കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രണ്ട് സ്ട്രിങ്ങും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ -1 എന്നൊരു ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ വേർഡ് 1ഉം വേർഡ് 3 എന്നീ രണ്ട് അറയിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ് ഡാറ്റ എന്ന് പറയുന്ന ഡിഫറൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഒരു നോൺ സീറോ വാല്യൂ ആണ് വന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ അടുത്ത ഒരെണ്ണവും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഡിഫറൻ്റ് ആണ്. ഞാനിവിടെ വേർഡ് 1ഉം പിന്നെ ഈ സ്ട്രിങ്ങും കൂടിയാണ് കമ്പയർ ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെയും ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇവിടെ ഈ അറേ 1ഉം ഇവിടെ അറേ 2 തന്നെ കൊടുക്കണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ ഒരു സ്ട്രിങ്ങിനെ നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം. അതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഡബിൾ കോട്സിൻ്റെ അകത്ത് ഞാനിവിടെ ഒരു സ്ട്രിങ്ങിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ സ്ട്രിങ് തന്നെയാണോ ഈ വേർഡ് 1 എന്ന് പറയുന്ന അറേയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്ത് ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് കണ്ടെത്താം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ഇതിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും കിട്ടുന്നത്. കാരണം വേർഡ് 1 എന്ന് പറയുന്ന ക്യാരക്ടർ അറേ സ്റ്റോർ ചെയ്യുന്ന എഞ്ചിനീയറിംഗ് എന്ന സ്ട്രിങ് തന്നെയാണ്, ആ സ്ട്രിങ് തന്നെയാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് 0 ആയിട്ടായിരിക്കും കിട്ടുന്നത്. റിസൾട്ട് 0 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 0 എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ വേർഡ് 1 എന്ന് പറയുന്ന അതിൽ സ്റ്റോർ ചെയ്യുന്ന ഇത് സ്ട്രിങ് തന്നെ, ഈ ഒരു സ്ട്രിങ് തന്നെയാണ് ഇതിൽ സ്റ്റോർ ചെയ്യുന്നത് എന്ന് ഈ 0യിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കമ്പയർ ചെയ്യുന്ന ഈ strcmp എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ് ഡാറ്റ സെയിം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു രണ്ടെണ്ണമാണ്, അത് വളരെ സിമ്പിളാണ്. strupr എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതായത് ഒരു സ്ട്രിങ് ഡാറ്റയെ അപ്പർ കേസ് ലെറ്റേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ strupr എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് അറേയുടെ പേര് മാത്രം മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഞാൻ വേർഡ് 1 എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈസ് 20 ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അത് കീബോർഡ് വഴി അതിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ ഞാനിവിടെ എടുക്കുന്നുണ്ട്. എൻ്റർ എ വേർഡ് എന്ന് കൊടുത്തിട്ട് ഗെറ്റ് ലൈൻ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ആ ലൈൻ മുഴുവൻ വേർഡ് 1 എന്ന് പറയുന്ന അറേയിലോട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിനെ ഫുള്ളി കൺവേർട്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുകയാണ്. ഇവിടെ strupr എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് അതിൻ്റെ ബ്രാക്കറ്റിൽ വേർഡ് 1 എന്ന അറേയുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഈ വേർഡ് 1 എന്ന് പറയുന്ന അറേയിൽ സ്റ്റോർ ചെയ്യുന്ന വേർഡിനെ അത് സ്ട്രിങ് ഡാറ്റ എന്തോ ആവാം, മേ ബി ക്യാപിറ്റൽ ലെറ്റേഴ്സോ അല്ലെങ്കിൽ സ്മോൾ ലെറ്റേഴ്സോ ആവാം.
അപ്പോൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് അപ്പർ കേസ് ലെറ്റേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പർ കേസ് ലെറ്റേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഈ str upr എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ആ സ്ട്രിംഗ് ഡാറ്റയെ ഫുള്ളി അപ്പർ കേസ് ലെറ്റേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അതിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പം അതാണ് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് ഇതിപ്പം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എൻ്റർ എ വേർഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കീബോർഡ് വരെ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന ഈ ഒരു സ്ട്രിംഗ് ആണ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന സ്ട്രിംഗ് ആണ് അത് സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുമ്പോൾ അതിന് ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ഈ സച്ചിൻ ടെണ്ടുൽക്കർ എന്നുള്ളത് ഫുൾ അപ്പർ കേസ് ലെറ്റേഴ്സിലായിരിക്കും അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് str upr എന്ന ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അപ്പർ കേസ് ലെറ്റേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇതേ പർപ്പസ് തന്നെയാണ് str lwr എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ലോവർ കേസ് ലെറ്റേഴ്സ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇവിടെ str lwr എന്ന് എഴുതി ഈ വേർഡ് 1 എന്ന് പറയുന്ന അത് ഞാൻ വേർഡ് 1 എന്ന അറേ പേര് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെയും അതുപോലെ തന്നെ എൻ്റർ എ വേർഡ് എന്ന് ചോദിക്കുന്നു, ഞാൻ ഇങ്ങനെ ഒരു സ്ട്രിംഗ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് അതിന് str lwr വേർഡ് 1 എന്ന ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. അതായത് ഫുള്ള് സ്മോൾ ലെറ്റേഴ്സ് ആയിട്ട് കൺവേർട്ടായി. ഇത് സ്റ്റോർ ചെയ്യുന്ന ആ ക്യാരക്ടേഴ്സിനെ ഡിസ്പ്ലേ ചെയ്യുന്നത് ഫുൾ സ്മോൾ ലെറ്റേഴ്സിലായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതാണ് str lwr എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ലോവർ കേസ് ലെറ്റേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ സ്ട്രിങ്ങിനെ ലോവർ കേസ് ലെറ്റേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പം ഇതാണ് str lwr എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ 3 എണ്ണമാണ് ഈ വീഡിയോയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എക്സാമിന് ആക്ച്വലി ഇതിൻ്റെ തിയറി ക്വസ്റ്റ്യൻ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ചോദിക്കുന്നത്. അപ്പോൾ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കുമ്പോൾ അതിൻ്റെ ബേസിക് വർക്കിംഗ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. സി സ്ട്രിംഗ് ആണ് ഹെഡർ ഫയൽ യൂസ് ചെയ്യേണ്ടത് എന്നും കൂടെ മെൻഷൻ ചെയ്യുക. എന്നിട്ട് ഈ 6 എണ്ണം എഴുതി അതിൻ്റെ ആക്ഷൻ എന്താണ് എന്നും കൂടെ എഴുതി ഇങ്ങനെ വെച്ചാൽ മതി. അത് മാക്സിമം 10 മാർക്സിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ 2 ഡയമെൻഷണൽ അറേയുടെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. 2 ഡയമെൻഷണൽ അറേ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.